ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചാറ്റ് ജി പി ടി യൂസ് ചെയ്ത് ഒരു വേർഡ്പ്രസ് പ്ലഗിൻ എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ നോക്കാൻ വേണ്ടി പോവാണ്. വളരെ സിമ്പിൾ ആയിട്ടൊരു പ്ലഗിൻ ആണ്. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നത് നമ്മുടെ ബ്ലോഗിൻ്റെ വെബ്സൈറ്റിൽ ഒരു ചാറ്റ്, അതായത് വാട്സപ്പ് ചാറ്റിൻ്റെ ഒരു ഐക്കൺ, അതായത് വാട്സപ്പ് ചാറ്റിൻ്റെ ഐക്കൺ താഴെ ഒരു ഭാഗത്ത് റൈറ്റ് സൈഡ് കോർണറിൽ ഒരു ബട്ടൺ കൊടുക്കുന്നു. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് വാട്സപ്പ് ചാറ്റിലേക്ക് പോകണം, അതായത് നമ്മൾ കൊടുക്കുന്ന നമ്പറിൻ്റെ വാട്സപ്പ് ചാറ്റിലേക്ക് പോകണം. അങ്ങനെ ഒരു ഫീച്ചറുള്ള ഒരു പ്ലഗിൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇത് ഞാൻ കാണിച്ചിരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ചാറ്റ് ജി പി ടി പോലുള്ള ബോട്ടുകൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് ഒരുപാട് ഇതുപോലുള്ള പ്ലഗിൻസ്, ഒരുപാട് വെബ്സൈറ്റുകളെ, പല കോഡുകൾ, കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ ചാറ്റ് ബോട്ടിനോട് പറഞ്ഞാൽ മതി. കാര്യങ്ങളെല്ലാം നമുക്ക് എഴുതി തരും. കോഡുകൾ ഫുള്ള് കാര്യങ്ങളെല്ലാം നമുക്ക് എഴുതി തരും. എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും നമ്മുടെ ഈ പറഞ്ഞ പോലെ ചാറ്റ് ജി പി ടി പോലുള്ള ബോട്ടുകൾ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഈ ചാറ്റ് ബോട്ട് നമുക്ക് എങ്ങനെ കോഡുകൾ പറഞ്ഞു തരും. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമുക്ക് ജസ്റ്റ് ഈ വീഡിയോയിൽ നോക്കാം. നമുക്ക് എന്തായാലും ലാപ്ടോപ്പിൻ്റെ സ്ക്രീനിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലോഗിൻ്റെ വെബ്സൈറ്റ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള വേർഡ്പ്രസിൻ്റെ ഒരു ബ്ലോഗ് വെബ്സൈറ്റ് ആണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇത് കാണാത്തവർ, ഈ വീഡിയോ കാണാത്തവർ ജസ്റ്റ് പോയി കണ്ടു നോക്കുക. അപ്പോൾ ഈ വെബ്സൈറ്റിൽ നമ്മൾ ഈ റൈറ്റ് സൈഡ് ഈ താഴെ ഈ കോർണറിൽ നമുക്കൊരു വാട്സപ്പിൻ്റെ ചാറ്റിൻ്റെ ഐക്കൺ പ്ലേസ് ചെയ്യണം. അപ്പോൾ നമ്മളിത് പർച്ചേസ് ചെയ്യാതെയോ അല്ലെങ്കിൽ വേറെ പ്ലഗിൻസ് ഒന്നും യൂസ് ചെയ്യാതെ നമ്മൾ സ്വന്തമായിട്ടൊരു പ്ലഗിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചാറ്റ് ജി പി ടി ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചാറ്റ് ജി പി ടിയുടെ വെബ്സൈറ്റിലേക്ക് പോകാം. ചാറ്റ് ജി പി ടിയുടെ വെബ്സൈറ്റ് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. അപ്പോൾ ചാറ്റ് ജി പി ടി എടുക്കുന്നു. ഞാൻ ഓൾറെഡി അവിടെ ഒരു പ്രോംപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. റൈറ്റ് എ കോഡ് ഫോർ എ വേർഡ്പ്രസ് പ്ലഗിൻ അലൗസ് us ടു ഇനിഷ്യേറ്റ് വാട്സ്ആപ്പ് ചാറ്റ് ഫ്രം ദ റൈറ്റ് സൈഡ് കോർണർ ഓഫ് മൈ വെബ്സൈറ്റ്. ഓൾറെഡി ഇതുപോലെ ഒരു പ്രോംപ്റ്റ് നിങ്ങൾ എഴുതി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള കോഡുകൾ കിട്ടും. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിന് വേണ്ടിയുള്ള ഒരു ഈ ഒരു പ്രോംപ്റ്റ് നമുക്ക് ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ റൺ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബോട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. കുറേ കോഡുകളൊക്കെ എഴുതുന്നുണ്ട്. നമുക്ക് നോക്കാം, എന്തെങ്കിലും കോഡ് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാറ്റ് ജി പി ടി കോഡുകളെല്ലാം എഴുതി ഒരുമാതിരിയൊക്കെ ആയിട്ടുണ്ട്. കുറേ കോഡുണ്ട്. അയ്യോ, ഒരുപാട് കോഡുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എന്താ ഇത്? ഓക്കെ, കോഡ് ഫുള്ള് എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഫുള്ള് കാര്യങ്ങൾ ഇതിൽ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് എന്താണ് പറയണേ, ഒരു ഫോൾഡർ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഈ പേരിൽ തന്നെ വാട്സപ്പ് ചാറ്റ് വിഡ്ജറ്റ് എന്ന് പറഞ്ഞൊരു പേരിൽ തന്നെ നമുക്കൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഫയൽ, ന്യൂ ഫോൾഡർ, പേര് കൊടുക്കുന്നു. ഓക്കെ, സേവ് ചെയ്യുന്നു. ഓക്കെ, ഫൈൻ. അതിനുശേഷം നമുക്കിവിടെ ഒരു PHP ഫയലിൻ്റെ കോഡ് തന്നിട്ടുണ്ട്. ഇത് നമ്മളൊരു കോപ്പി ചെയ്തിട്ട് നമ്മളൊരു ടെക്സ്റ്റ് എഡിറ്ററിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യണം. പേസ്റ്റ് ചെയ്തിട്ട് സേവ് ചെയ്യാൻ വേണ്ടി പോവാണ്. സേവ് ചെയ്യുന്നു. അതൊരു PHP ഫയലാണ്. അപ്പോൾ നമ്മൾ PHP ഫോർമാറ്റിൽ തന്നെ സേവ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ അടുത്തൊരു ഫയലുണ്ട്. അപ്പോൾ അടുത്ത ഫയലിന് വേണ്ടിയിട്ട് നമ്മൾ അടുത്തൊരു ന്യൂ കൊടുക്കുന്നു. ന്യൂ ടെക്സ്റ്റ് എഡിറ്റർ എടുക്കുന്നു. അതിനുശേഷം അതിൻ്റെ ഫോർമാറ്റ് എനിക്കതൊരു പ്ലെയിൻ ടെക്സ്റ്റ് ഫോർമാറ്റിലേക്ക് ചേഞ്ച് ചെയ്യണം. അപ്പോൾ അത് ഞാൻ ചേഞ്ച് ചെയ്തു. പിന്നെ നേരെ താഴേക്ക് സ്ക്രോൾ ചെയ്തിട്ട് അടുത്ത കോഡ് എടുക്കണം. അടുത്ത നമ്മുടെ style.css ആണ്. പക്ഷേ അതിന് മുമ്പ് എന്തോ മിസ്സായിട്ടുണ്ടല്ലോ. ഓക്കെ, അതിന് മുമ്പ് മിസ്സായിട്ടൊന്നുമില്ല. style.css ആണ്. അപ്പോൾ അത് നമ്മൾ കോപ്പി ചെയ്തെടുക്കുന്നു. style.css എന്നാണ്. അത് നമ്മളിവിടെ പേസ്റ്റ് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. ഓക്കെ, style.css എന്നാണ് നമ്മുടെ ഫയലിൻ്റെ നെയിം. പിന്നെ അടുത്തൊരു ഫയൽ എന്ന് പറഞ്ഞാൽ ഒരു ജാവാസ്ക്രിപ്റ്റ് ഫയലാണ്. ദിസ് ഈസ് പ്ലേസ് ഹോൾഡർ. ഓക്കെ, ഇത് നമ്മൾ ജസ്റ്റ് കോപ്പി ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ ഒരു ജാവാസ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ജാവാസ്ക്രിപ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിന് ഫയൽ ന്യൂ കൊടുക്കുന്നു. ന്യൂ കൊടുത്തിട്ട് ഇവിടെ സേവ് ചെയ്യുന്നു. script.js എന്ന് നമ്മളതിന് സേവ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, അത് നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. അപ്പം 3 ഫയലുകൾ സേവ് ചെയ്തു ഓൾറെഡി. അപ്പോൾ നമുക്കിനി ജസ്റ്റ് നോക്കാം, ആക്ടിവേറ്റ് ചെയ്ത് പ്ലഗിൻസ്. ഓക്കെ, അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഫോൾഡറിലേക്ക് ഇട്ട് നോക്കാം. നമുക്കിത് ഈ ഒരു ഫോൾഡറിലേക്ക് ഇടുന്നു. അതിനുശേഷം നമ്മൾ ഈ ഫോൾഡർ സിപ്പ് ചെയ്യാണ്. സിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഒന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ സിപ്പ് ചെയ്തിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. നമ്മൾ ഡാഷ്ബോർഡിൽ പോകുന്നു. നമ്മുടെ ഡാഷ്ബോർഡിൽ പ്ലഗിൻസിൽ പോയിട്ട് ആഡ് ന്യൂ പ്ലഗിൻ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്ത പ്ലഗിൻ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. നമ്മളത് ചൂസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അത് ചൂസ് ചെയ്തിട്ട് നമ്മൾ അപ്ലോഡ് കൊടുക്കുന്നു. ഇൻസ്റ്റാൾ എടുക്കുകയാണ്. നമുക്കറിയില്ല ഇൻസ്റ്റാൾ ആവുമെന്ന്. നോക്കാം. ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. പ്ലഗിൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമുക്ക് ആക്ടിവേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, പ്ലഗിൻ ആക്ടിവേറ്റ് ആവുന്നുണ്ട്. ഓക്കെ, പ്ലഗിൻ ആക്ടിവേറ്റ് ആവുന്നുണ്ട്. ഓക്കെ, പ്ലഗിൻ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് എവിടുന്നാണ് കോൺഫിഗറേഷൻ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. നമുക്ക് നോക്കാം. എന്തായാലും ടൂൾസിൽ ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. സെറ്റിങ്സിൽ ഓപ്ഷൻ ഉണ്ടോ? സെറ്റിങ്സിൽ വാട്സപ്പ് ചാറ്റ് വിഡ്ജറ്റ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത് നമ്മൾ എടുക്കുന്നു. അതെടുത്തിട്ട് നമ്മളിവിടെ പറഞ്ഞ പോലെ എന്താണ് പറഞ്ഞത്, നമ്മുടെ നമ്പർ കൊടുക്കുന്നുണ്ട്. +911234 അങ്ങനെ ചുമ്മാ ഒരു നമ്പർ കൊടുക്കണം കേട്ടോ. എന്തെങ്കിലും ഒരു നമ്പർ കൊടുക്കുകയാണ്. URL, വാട്സപ്പ് ഐക്കൻ്റെ ഒരു URL ഇവിടെ ചോദിക്കുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒരു ഗൂഗിളിൽ പോയിട്ടൊരു URL തപ്പി നോക്കാവേ. ഏതെങ്കിലും URL കൊടുത്താൽ മതിയാവും. വാട്സപ്പ് ഐക്കൺ PNG എന്ന് കൊടുക്കുന്നു. നമ്മളിവിടെ ഒരു ഫ്ലാറ്റ് ഐക്കൺ എടുക്കുന്നുണ്ട്. ഫ്ലാറ്റ് ഐക്കൻ്റെ ഇവിടുന്ന് നമുക്ക് ഇതിന് ഓപ്പൺ ഇമേജ് ഇൻ എ ന്യൂ ടാബ് കൊടുക്കാം. ഓക്കെ, ഫയൽ. ഓക്കെ, ഇതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി കോപ്പി ചെയ്തിടുവാണേ. ഓക്കെ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി സേവ് ചെയ്യുന്നു.
നമുക്കറിയില്ല ഇത് വർക്ക് ചെയ്യുമെന്ന് അറിയില്ല. നമുക്ക് നോക്കാം. എന്തായാലും നമ്മൾ വ്ളോഗിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് റിഫ്രഷ് ചെയ്ത് നോക്കാം. നിങ്ങൾ ഈ സ്റ്റെപ്പൊക്കെ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ വർക്ക് ചെയ്യും, എനിക്കറിയില്ല. ഓക്കെ, വർക്ക് ആകുന്നുണ്ട്. നമ്മുടെ വെബ്സൈറ്റിലെ ഇമേജ് അല്ല, നമ്മൾ വേറെ പുറത്തുനിന്ന് എടുത്തൊരു ഇമേജാണ്. വർക്ക് ആകുന്നുണ്ട് എന്തായാലും. ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇതേ പറഞ്ഞ പോലെ ചാറ്റ് ഇനിഷ്യേറ്റ് ആവുന്നുണ്ട്. ഇതിങ്ങനെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഏത് പ്രൊഡക്റ്റ് വേണമെങ്കിലും, ലൈക്ക് ഇതുപോലെ പ്ലഗിൻസ് ആവട്ടെ, വെബ്സൈറ്റുകളാവട്ടെ, എന്ത് സംഭവങ്ങൾ വേണമെങ്കിലും AI യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി മുതൽ നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ ലൈക്ക് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന പോലത്തുള്ള ചെറിയ ചെറിയ ചാറ്റ് ബോട്ട് യൂസ് ചെയ്തിട്ടുള്ള ആപ്പുകളാവട്ടെ, അല്ലെങ്കിൽ ഇതുപോലെ പ്ലഗിൻസ് ആവട്ടെ, വെബ്സൈറ്റ് ആവട്ടെ, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇനി മുതൽ വരുന്ന വീഡിയോസിൽ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.